ഇന്നലെ ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പുഡിങ് കണ്ടപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചൈന ഗ്രാസ് ആണ് കേട്ടോ വേണ്ടത്. ഏകദേശം ഒരു 15 ഗ്രാമിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കത്രി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് സോക്ക് ചെയ്യാനും മെൽറ്റ് ആക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് അത് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് പാലുണ്ടല്ലോ, ഞാനിവിടെ 3/4 ലിറ്ററാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 1/2 ടിന്നിൻ്റെ അടുത്ത് കണ്ടൻസർ മിൽക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അത്രയും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുള്ളും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗറും കണ്ടൻസർ മിൽക്കും ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റിൽ ചോക്ലേറ്റിൻ്റെ ഒരു പൊട്ട് പോലും ഇല്ലല്ലേ, എന്നാലും നമ്മൾ ചോക്ലേറ്റ് എന്നാണ് പറയുക. അതെന്താന്നാവല്ലേ. ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. മെൽറ്റ് ആവുന്നത് വരെ തിളപ്പിക്കുക. വൈറ്റ് ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. പാലിൻ്റെ ചൂടിൽ ഇങ്ങനെ മെൽറ്റ് ആയതാണ് കേട്ടോ. സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും ചൈന ഗ്രാസും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചൈന ഗ്രാസ് മിക്സ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയും. ഫ്രഷ് പാലൊക്കെ അല്ലാന്നുണ്ടെങ്കിലാണ് പിരിയുക. പിന്നെ ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. ഇനി റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ പിന്നെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക കേട്ടോ. ഉള്ളിൽ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പകുതി സെറ്റ് ആകുമ്പോൾ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രീസറിൽ 1.5 മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ പുഡിങ് ഇപ്പോൾ സെറ്റാക്കി എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഈ വൈറ്റ് ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കുന്നത്. ഞാൻ ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചോക്ലേറ്റ് കോമ്പൗണ്ടൊക്കെ ആദ്യം തന്നെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊക്കോ പൗഡറും ഉണ്ടായില്ല. കുട്ടികൾക്കൊക്കെ പുഡിങ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എന്തിനധികം പറയുന്നു, വീട്ടിലെ പൂച്ച പോലും നല്ല ആസ്വദിച്ചിട്ടാണ് പുഡിങ് തിന്നണത്.